മേഘാലയയിലെ നിബിഡ വനങ്ങളും മലനിരകളും പെട്ടെന്ന് യുദ്ധകാഹളങ്ങളാൽ പ്രകമ്പനം കൊള്ളുമ്പോൾ അത് വെറുമൊരു സാധാരണ സൈനിക അഭ്യാസത്തിന്റെ ഒച്ചയല്ല. ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന വൻ തന്ത്രപരമായ നീക്കങ്ങൾക്കാണ് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ അതിർത്തി ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. പ്രഗതി 2026 എന്ന കോഡ് നാമത്തിൽ ഇന്ത്യയുടെ മണ്ണിൽ ഒരുമിച്ചുകൂടിയ ആ 13 രാജ്യങ്ങളുടെ വൻ സൈന്യത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? മെയ് 20 ആരംഭിച്ച ഈ അഭ്യാസത്തിൽ ഇന്ത്യയെ കൂടാതെ 12 സൗഹൃദ രാജ്യങ്ങളിൽ നിന്നായി 400-ലധികം സൈനികരാണ് പങ്കെടുക്കുന്നത്. പ്രാദേശിക സമാധാനം, സുരക്ഷ, സൈനിക സഹകരണം എന്നിവയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രഗതി 2026 സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങളായി മിക്സഡ് ഇന്റർനാഷണൽ ടീമുകൾ അർദ്ധമലനിരകളും കാടുകളും നിറഞ്ഞ ഭൂപ്രദേശങ്ങളിൽ തീവ്രമായ യുദ്ധ പരിശീലനത്തിലാണ്. റോക്രാഫ്റ്റ്, കൗണ്ടർ ആംപുഷ് ഓപ്പറേഷനുകൾ, ഹെലികോപ്റ്റർ സ്ലിത്തനിങ്, ജംഗിൾ ലൈൻ ഷൂട്ടിംഗ്, ബന്ദിമോചന ദൗത്യങ്ങളുടെ സിമുലേഷൻ എന്നിവ ഉൾപ്പെടുന്ന പരിശീലനങ്ങളാണ് നടക്കുന്നത്. സൈനികരുടെ പ്രവർത്തന സന്നദ്ധതയും വിവിധ രാജ്യങ്ങളുടെ സേനകൾ തമ്മിലുള്ള ഏകോപന ശേഷിയും വർദ്ധിപ്പിക്കാൻ സ്നൈപ്പർ മത്സരങ്ങളും AK-203 റൈഫിൾ ഫയറിംഗ് മത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിൽ സംയുക്ത സൈനിക പ്രവർത്തനങ്ങൾക്ക് സേനയെ തയ്യാറാക്കുകയാണ് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യമെന്ന് ഈ അഭ്യാസം വ്യക്തമാക്കുന്നു. ചൈനയെയും മ്യാൻമറിനെയും സമീപിക്കുന്ന തന്ത്രപ്രധാന മേഖലയായ വടക്കുകിഴക്കൻ ഇന്ത്യയിൽ ഇത്തരമൊരു ബഹുരാഷ്ട്ര സൈനികാഭ്യാസം സംഘടിപ്പിക്കുന്നത് മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങളിൽ ഇന്ത്യ കൂടുതൽ സജീവ പങ്ക് വഹിക്കുന്നതിനുള്ള സൂചനയായും കാണപ്പെടുന്നു. ചുരുക്കത്തിൽ അത്യാധുനിക AK-203 റൈഫിലുകൾ അലറി വിളിക്കുന്ന, ലക്ഷ്യം തെറ്റാത്ത സ്നൈപ്പർമാർ കാത്തിരിക്കുന്ന മേഘാലയയിലെ ഈ മലനിരകളിൽ രൂപപ്പെടുന്നത് വെറുമൊരു സൈനിക കൂട്ടായ്മ മാത്രമല്ല. ചൈനയുടെയും മ്യാൻമറിന്റെയും അതിർത്തികളെ തൊട്ടുരുമി നിൽക്കുന്ന ഈ തന്ത്രപ്രധാന മണ്ണിൽ വെച്ച് 13 രാജ്യങ്ങളെ ഇന്ത്യ ഒരേ പതാകയ്ക്ക് കീഴിൽ അണിനിരത്തുമ്പോൾ അത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ വൻ ശക്തികൾക്കുള്ള കൃത്യമായ ചെക്ക്മേറ്റ് തന്നെയാണ്. വനമേഖലയിലെ ഈ അതികഠിനമായ യുദ്ധമുറകളും അപ്രതീക്ഷിത പ്രത്യാക്രമണങ്ങളും വരാനിരിക്കുന്ന ഏതോ വലിയ ഭൗമ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളാണോ എന്ന സംശയം ഇപ്പോൾ അന്താരാഷ്ട്ര നിരീക്ഷകർക്കിടയിൽ ശക്തമാണ്.